ഹലോ എവരിവൺ, ഇതാണ് എൻ്റെ ഡയറി. അപ്പോൾ ഇതിലാണ് എൻ്റെ മെമ്മറീസൊക്കെ റീകളക്ട് ചെയ്ത് വെക്കുക, ജേണൽ പോലെ ആക്കിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലിപ്പം ചെയ്യാൻ പോകുന്നത്, ഞാൻ അന്നേരം കഴിഞ്ഞ മന്ദിരം രാജസ്ഥാനിൽ ഐബി പോയിട്ടുണ്ടായിരുന്നു കോളേജിൽ. അപ്പോൾ അതിൻ്റെ ജേണൽ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്യലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലെല്ലാ ഫോട്ടോസും ആയിട്ടില്ല, ഇതൊരു പാർട്ട് 1 ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാരണം ഇനിയും കുറേ ഫോട്ടോസ് ഉണ്ട്, അതുകൊണ്ട് മറ്റേത് പാർട്ട് 2 ആയിട്ട് വരും. ഇത് ട്രാവൽ ജേണലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഡേറ്റിനും പ്ലേസിനൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും. ഞാൻ ചെയ്യുന്ന ജേണൽ കോളേജിൽ നിന്ന് ഐബി പോയതാണ്. ഞാൻ സെക്കൻഡ് ഇയറിൽ രാജസ്ഥാനിൽ ഐബി പോയതാണ്. കോളേജ് ഐബി ആയിക്കൊണ്ട് തന്നെ വിത്ത് സ്റ്റേക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മെമ്മറബിൾ ആയിരിക്കും, ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കുന്ന ഓരോ മൊമെൻറ്റ്സും. അതുകൊണ്ട് സ്വാഭാവികമായി പിന്നീട് നമ്മൾ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് നമുക്കതൊന്നും മെമ്മറി വെക്കാൻ നമ്മൾ നല്ലോണം ആഗ്രഹിക്കും. അപ്പോൾ ഫോട്ടോസൊന്നും ഫോണിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ പ്രിൻ്റ് എടുത്ത് ഇതേപോലെ ജേണലാക്കി വെക്കണം. പിന്നീട് 2-3-5 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ നോക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്. ജേണൽ ചെയ്യുന്ന സമയം കുറച്ചും കൂടി ഭംഗിയാക്കുന്നത് ഡൈ കാർഡ് ഷീറ്റ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ വിൻറ്റേജ് പേപ്പേഴ്സ്, മാഗസിൻ, ന്യൂസ് പേപ്പേഴ്സ് അതും ഉപയോഗിക്കാം. നെക്സ്റ്റ് പേജിൽ ഡൈ കാർഡ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് 2 ബോർഡറായിട്ട് ഒരു ആർക്കിൽ വരച്ചിട്ട് അത് മുറിച്ചിട്ട് 2 ബോർഡറിൽ കൊടുക്കുക. വേണമെങ്കിൽ പെൻസിലോട്ട് വരച്ചാൽ മതി, കാരണം നമ്മത് ഒരു പ്രോപ്പർ ഷേപ്പ് അല്ലാണ്ടാണ് നമ്മൾ അത് മുറിക്കാം. അപ്പോൾ വേണമെന്നില്ല, ഞാൻ ചെയ്യുന്ന സമയം തന്നെ കണ്ടിട്ടുണ്ടാവും പെൻസിലിൻ്റെ അടിയാളുണ്ട് ആ ഒരു ഷേപ്പിലല്ല മുറിച്ചത്. എന്നിട്ട് ഞാൻ പിന്നീട് ഇറേസ് ആക്കി ചെയ്ത്, അതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള പോലെ തന്നെ ഒരു ആർക്ക് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ 2 ഓപ്പോസിറ്റ് ബോർഡറായിട്ടാണ് കൊടുത്തത്, കാരണം അങ്ങനെ കൊടുത്തപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് പേജിൻ്റെ ഒരു ലേഔട്ട് കുറച്ചും കൂടി ഭംഗിയായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട്
ഫെവിക്കോൾ യൂസ് ആക്കിയിട്ട് ഒട്ടിക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ മെറ്റീരിയലും നമ്മൾക്ക് നോർമലി വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളാണ്. അത് ഡൈ കാർഡ് ഷീറ്റ്സ് മാത്രമേ അതിൽ എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു സാധനമായിട്ട് വന്നിട്ടില്ല. ബാക്കിയെല്ലാം സാധാരണ നോർമൽ സാധനങ്ങളും ആ രീതിയിൽ തന്നെ ആർക്കും വീട്ടിൽ നിന്ന് എളുപ്പത്തിലാക്കാനും കഴിയും. സാധനം ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ഇതിലും ഷോപ്പിൽ നല്ലോണം അവൈലബിൾ ആണ്. കാരണം ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്യുന്നതും അതൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾ നോർമലി എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലാണെങ്കിലും ഇങ്ങനത്തെ ജേണൽ ചെയ്യുന്ന എല്ലാ കിറ്റ്സും കിട്ടുന്നുണ്ട്. അതും ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. ആർക്കും മേടിച്ചിട്ട് തന്നെ നല്ല എസ്തെറ്റിക് ആ രീതിയിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഫോട്ടോ സ്റ്റിക്കിങ് എനിക്ക് ജേണൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇഷ്ടമുള്ള ഭാഗം അതിങ്ങനെ ഫോട്ടോ കട്ട് ചെയ്യാനും അതിങ്ങനെ ഒട്ടിക്കലും, അതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പം ഒരു മടിയിലാണെല്ലാം വൃത്തി കൂളായി ചെയ്യും. ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം ബാക്കിയുള്ള സ്ഥലം കണ്ടിരുന്ന എന്തെങ്കിലും ഡൈ കാർഡ് ഷീറ്റിൽ ഇങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും പിക്ചേഴ്സ് ഉണ്ടാവും. അപ്പം അങ്ങനെ പിക്ചേഴ്സ് എടുത്തിട്ട് എന്ത് ചെയ്യും, അവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്ത് ബെസ്റ്റ് മെമ്മറീസ് എന്നിട്ട് എഴുതി കൊടുത്തു. പിന്നെ ഒന്ന് ഓവറോൾ വ്യൂ നോക്കിയിട്ട് എന്ത് ചെയ്യും, ഫോട്ടോസ് വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ലൈനായിട്ട് എന്ത് ചെയ്യും ബോർഡർ കൊടുക്കും. അതാകുമ്പോൾ ഒരു ഫോട്ടോ ഒരു ബോർഡറായ പോലും ഒരു പേജ് ഒന്ന് ഫില്ലായ പോലെ തോന്നും. അത് ഡിപ്പറായിട്ട് നമുക്കൊരു ലവ് കൊടുത്തിട്ട് അതിൻ്റെ ഷെയ്ഡിങ് കൊടുക്കാം. അപ്പം ജേണൽ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഫില്ലായിട്ടില്ല എന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം, ഇതുപോലെ എന്തെങ്കിലും വരച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ പോയ സ്ഥലം നമുക്ക് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് എന്ത് ചെയ്ത് ആ ഫോട്ടോ ഇവിടെ നിന്ന് എടുത്ത ആ സ്ഥലം ഞാൻ അവിടെ മെൻഷൻ ആക്കി കൊടുത്തു. കിഡ്സ് ബുക്കിൽ നിന്ന് എടുത്തൊരു ചെറിയ പിക്ചർ ഒരു ലവ് പോലത്തെ എടുത്തിട്ട് അവിടെ വെച്ച് കൊടുത്തു. അങ്ങനെ ഫൈനലായിട്ട് ഞാൻ എൻ്റെ അവിടെ കോഴ്സ് എഴുതി കൊടുത്തിട്ട് ഉണ്ടാക്കി. അങ്ങനെ നമുക്ക് നമ്മൾ ഓവറോൾ വ്യൂ ഇതാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ സിമ്പിൾ ട്രാവൽ ജേർണൽ.